ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യരുടെ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനത്തിലെ വാക്യമാണ്. എന്റെ ഉള്ളിലുള്ളത് ക്രിസ്തുവാണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. വലിയ പ്രത്യാശയുള്ള പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് തന്റെ ക്രിസ്തു ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ്. എന്റെ ഉള്ളിലുള്ളത് ക്രിസ്തു തന്നെയാണ്, ജീവിക്കുന്നത് അവരാണെങ്കിൽ എന്നുള്ള ബോധ്യം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ അല്പം കൂടി വില കിട്ടിയതായി നമുക്ക് തോന്നും. കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോൾ വധുവരന്മാരെ നിർത്തിക്കൊണ്ട് ഒരച്ഛൻ ഇപ്രകാരം പറയുന്നു കേട്ടു: നിങ്ങൾ പരസ്പരം എന്ത് വിളിക്കുവാൻ ആഗ്രഹിക്കും? അവരെന്ത് ചിരിച്ചതുള്ളൂ. കാരണം കല്യാണത്തിന് വെട്ടിക്കൂടാനുള്ള ചിന്തകളായിരിക്കും ചിരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ഓരോ സ്ഥലത്തും ഭാര്യയും ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും എങ്ങനെയും ഹൃദയത്തിൽ കാണണമെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലൊക്കെ സ്നേഹം കൂടുമ്പോൾ ഭാര്യയും ഭർത്താവും വിളിക്കുന്ന എന്റെ കരളെ എന്നാണ്. അതിയായ സ്നേഹത്തിന്റെ പാലനത്തിൽ മനുഷ്യൻ കരട് പോലെ ശരീരത്തിലെ കരട് വളരെ പ്രധാനപ്പെട്ടതാണ്. കരടിനെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിറമാണ് ശരീരത്തിന്റെ. ഭാര്യയ്ക്കെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവളുടെ നിറമാണ്. ഭർത്താവ് സംഭവിച്ചാൽ നിറമാണ്, കരടാണ്. കരട് ഉള്ളിലാണെങ്കിലും പ്രതിഫലനം പുറത്താണ്. ഭാര്യ എത്ര സ്നേഹിക്കുന്നു അത്രമാത്രം നല്ല പ്രതിഫലനങ്ങളുണ്ടാകും. തിരിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി ചോദിച്ചു, ഇവിടെ എങ്ങനെയാണ് ഭാര്യയെ വിളിക്കുന്നത്? ഇപ്പൊ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കൂടെ കരളല്ല, ഉയിരാണ്. ഞങ്ങൾക്കൂടെ ഉയിരാണ്. ഞാൻ ഈ വരുന്നവരിൽ വണ്ടിയിൽ നിന്ന് ഒരു പാട്ടപ്പോഴ് അതിനകത്ത് ഉയരത്തിൽ വാക്കോ ഒരു കൺഫ്യൂഷനായി. ഇത് മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, തമിഴിൽ എന്താണ് ഉയരുന്ന വാക്കിന്റെ അർത്ഥം നോക്കി 2-3 അർത്ഥങ്ങൾ ഗൂഗിളിൽ കിട്ടുന്നു. ഒരർത്ഥം ജീവനെന്നും ജീവിതമെന്നും, രണ്ടാമത്തെ അർത്ഥം ആത്മാവെന്നും, ജീവിതം നയിക്കുന്ന ആ സാധന വസ്തുവെന്നും നോക്കിയാണ് അർത്ഥമുള്ളത്. ഇതർത്ഥമൊക്കെ മെച്ചപ്പെട്ട അർത്ഥമായി ഇരിക്കുന്ന ആത്മാവെന്ന് തന്നെ. എന്റെ ആത്മാവെ എന്നാണ് തമിഴില് തന്റെ പാർട്ണറെ വിളിക്കുക. എന്റെ ജീവനെ, എന്റെ ജീവനെ എന്ന് വിളിക്കണമെങ്കിൽ അത്രമാത്രം ഒരു മനുഷ്യൻ ആ വ്യക്തിയുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കണം. ചുമ്മാതുള്ള ആത്മാരെയും ജീവൻ എന്ന് വിളിക്കാൻ കഴിയില്ല. ക്രിസ്തു പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും നിങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. ജീവന് വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്, മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചുകുട്ടികൾക്ക് ജീവന് വിലയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതായി തോന്നിയില്ല. ഭയപ്പെടുത്തുക. ഒരു 8 വയസ്സുകാരൻ തന്റെ വീടിന്റെ ചുമരിൽ 2 ചിറകുകൾ വരച്ചിട്ട് അതിനുള്ളിൽ കയറി പറന്നുപോയി. ഈ അടുത്ത ദിവസം ടീച്ചർ വഴക്ക് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു കുഞ്ഞ് തന്റെ ജീവൻ നൽകി.